ഹേയ് ഗായ്സ്, കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. അതും ഈ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഞങ്ങൾ മുംബൈയിൽ നിന്ന് നാട്ടിലോട്ട് ട്രിവാൻഡ്രം വരെ ഞങ്ങൾ ബൈ റോഡാണ് പോയത്. ആക്ച്വലി നമ്മൾ ഫ്ലൈറ്റിൽ പോകാനായിരുന്നു തീരുമാനിച്ച് വെച്ചിരുന്നത്. പിന്നീട് ചേട്ടനാണ് പറഞ്ഞത് ലെറ്റ്സ് ഗോ ബൈ കാർ. ആക്ച്വലി ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് മടിച്ചു, കാരണം അറൗണ്ട് 1600 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട് ട്രിവാൻഡ്രം വരെ. അപ്പോഴത്തേക്കും നല്ല ഹെക്റ്റിക് ആവുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് നെവർ എ ഹെക്റ്റിക് ട്രിപ്പ്. നമുക്ക് ഒട്ടും ടയർഡ്നെസ്സും ഒന്നും ഫീൽ ചെയ്തില്ല. ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത റൂട്ട് പൂനെ, സത്താര, പിന്നെ ഹുബ്ലി, പിന്നെ ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ജേണി. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത്, അതുകൊണ്ട് നേരെ വേണമെന്ന് ലഞ്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ലോനാവല എത്തി. അവിടെ നിന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് മക്ഡിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ആക്ച്വൽ ജേണി പിന്നീടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടുത്തെ മിസ്സിംഗ് ന്യൂ ലിങ്ക് ടണൽ അതൊക്കെ കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ വന്നത്. അത് 2 ദിവസം എന്തോ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട്. പിന്നെ നൈറ്റ് ആയപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഈ ഹൈവേയിൽ തന്നെ കുറേ ധാബകളും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരെണ്ണം നല്ലത് നോക്കി കയറി. വലിയ ഫുഡ് ടേസ്റ്റൊന്നും എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടല്ല കയറിയത്. ഇത് മഹാരാഷ്ട്ര തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ചേട്ടനൊരു നോൺ വെജ് താലി പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു കറിയും ബട്ടർ റൊട്ടിയൊക്കെ പറഞ്ഞു. ആക്ച്വലി ഇത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏർലി മോർണിംഗ് ആയപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ ഏതാണ്ട് എത്താറായി. ഞങ്ങൾ ബാംഗ്ലൂർ സ്ട്രെയിറ്റ് എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഞങ്ങൾ ബാംഗ്ലൂർ ആക്ച്വലി 8:30 9 o'clock രാവിലെ എത്തിയതാണ്. പക്ഷേ അവിടുത്തെ ബ്ലോക്കിലൊക്കെ പെട്ട് അവരുടെ വീടെത്താനായിട്ട് കുറച്ച് താമസിച്ചു. അവരുടെ വീട്ടിലെത്തി പിന്നെ ഒരു 8 hours സ്റ്റേ ചെയ്ത് നൈറ്റാണ് ഞങ്ങൾ പിന്നെ നാട്ടിലോട്ട് തിരിച്ചത്. മടിവാള ഹൊസൂർ വഴി പോകുന്നുണ്ട്. ഇവിടെ പഴയ ഫോറം മോൾ, അതായത് ഇപ്പോഴത്തെ നെക്സസ് കോറമംഗൽ ഒക്കെ കണ്ടാണ് പോയത്. ഡിന്നറിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിശപ്പ് വലിയ രീതിയിലില്ലായിരുന്നു. പക്ഷേ പോകെ ലേറ്റ് ആയപ്പോൾ നല്ല വിശപ്പായി. അപ്പോഴത്തേക്കും കടകളൊക്കെ മിക്കതും ക്ലോസ് ചെയ്ത് തുടങ്ങിയ സമയമായിരുന്നു. ഞങ്ങൾ പിന്നെ കണ്ടത് സ്റ്റാർ ബിരിയാണിയാണ്, അവിടുത്തെ അമ്പൂർ ബിരിയാണി. ഓക്കെ, നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് അമ്പൂർ ബിരിയാണി കഴിച്ചില്ല എന്ന് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ച് കയറി. പക്ഷേ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. കാരണം ഞാൻ കോറമംഗലയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഈ സ്റ്റാറിലുള്ള അമ്പൂർ ബിരിയാണി കഴിച്ചിട്ടുള്ളതായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടത് കൊള്ളത്തില്ലായിരുന്നു. നാഗർകോവിലൊക്കെ എത്താറായപ്പോൾ ഞങ്ങൾ കുറേ വിൻമിൽസ് ഉള്ള ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ചെയ്തു. അവിടെ ഒരു 5 minutes ഒന്ന് പ്രകൃതി അങ്ങ് ആസ്വദിച്ചു. ആൻഡ് അവിടെ നിന്ന് ഒരു 2 hours വീടെത്തി. ഓൾ ഓവർ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കാരണം ടയേർഡ്നെസ്സോ മെയിനായിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫുഡൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആകെ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ട്രിപ്പിൻ്റെ എനി കൈൻഡ് ഓഫ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എക്സ്പെൻസസോ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.